ഞാൻ ഈ ഫൗസ്റ്റീനാമ്മയുടെ ജീവിതത്തിലെ ഒരു 4-5 സംഭവങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം. വളരെ പെട്ടെന്ന് പറയാവുന്നതേ. വളരെ ആഴമുള്ള ഈ ദൈവാനുഭവത്തിൻ്റെ ഒരു വിശുദ്ധയാണ്. ഈശോ ഫൗസ്റ്റീനാമ്മയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവീക രഹസ്യങ്ങളും സ്നേഹവും ഡയറിയിൽ കുറിച്ചിട്ടതിൻ്റെ പേരിൽ ആ ഡയറി പിന്നീട് പ്രസിദ്ധീകരിച്ച് ഇത് സഭയുടെ വ്യക്തിപരമായിട്ടുള്ള, പൊതുവായിട്ടുള്ളതല്ല, വ്യക്തിപരമായിട്ടുള്ള ഭക്താഭ്യാസത്തിന് അത് സഹായകമാകുമെന്ന് കണ്ട് മാർപ്പാപ്പമാർ അനുവദിച്ചിട്ടുണ്ട്. പൊതുവായി അതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ഭക്താഭ്യാസത്തിനും ദൈവ സ്നേഹത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഈ ഡയറി ഉപോത്ബലകമാണ്, സഹായകമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡയറിയിലെ ചില സംഭവങ്ങൾ ഒന്ന് കാണാവുന്ന വരുന്നതാണ്. ഈ ഫൗസ്റ്റീനാമ്മ ചെറുപ്പത്തിലെ, കൊച്ചിലെ, അതായത് 10-18 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ നല്ല ഡാൻസുകാരിയായിരുന്നു. ഡാൻസ്. അപ്പോൾ ഈ നൃത്ത ക്ലാസ്സിലൊക്കെ പോയിട്ട് സ്റ്റേജിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഫൗസ്റ്റീനയുടെ ഒരു സഹോദരിമാരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും വളരെ സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ മനസ്സിലൊരു നൊമ്പരം അങ്ങ് അനുഭവപ്പെട്ടു. എല്ലാവരും ഡാൻസ് സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റേജിൽ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെന്ന് കയറിയ ഈ ഫൗസ്റ്റീനയുടെ മനസ്സിലൊരു പെട്ടെന്നൊരു വലിയ വേദന, ഒരു കയ്പ് അനുഭവിച്ചപ്പോൾ, പക്ഷെ അത് സ്വാഭാവികമാണെന്ന് കണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ പിന്നെ നൃത്തം ആരംഭിച്ചു. നൃത്തം അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ ഫൗസ്റ്റീന ഒരു ദർശനം, ആദ്യമായിട്ട് ഫൗസ്റ്റീന കാണുന്നൊരു ദർശനമാണ്. അത് ഈശോയുടെ ഒരു രൂപം ആ സ്റ്റേജിൻ്റെ ഒരു വശത്ത് നിൽക്കുന്നു. ആ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ കാഴ്ച, ഈശോയുടെ രൂപം കൈകളിങ്ങനെ കൂട്ടിക്കെട്ടി, ശരീരം മുഴുവനും അടിച്ച് വേദന കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട മുറിവുകളാൽ ആവൃതനായ ഒരു ഈശോ ഇങ്ങനെ നിൽക്കുന്നു. ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ വേദനയോടെ നിൽക്കുന്ന ഫൗസ്റ്റീനയുടെ ഒരു സ്വരം അവിടെ കാതിൽ പതിഞ്ഞു. ഇതാണ്: എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും, എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും.